إن الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل ما يشاء. സ്നേഹധരണീയരായ വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ ഏകനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും യഥാവിധി സൂക്ഷിച്ചും പാലിച്ചും അള്ളാഹുവിനേറെ ഭയപ്പെട്ട് തഖ്വയോടുകൂടെ ജീവിക്കാൻ വേണ്ടി കഠിനമായ പരിശ്രമം നടത്തണമേ എന്ന് വളരെ ഗൗരവത്തോടുകൂടെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വചനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മരണപ്പെടുകയാണെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ്. മറ്റു ചില റിവായത്തുകളിൽ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരുടെയെങ്കിലും അവസാനത്തെ വചനം വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ലാ ഇലാഹ ഇല്ലല്ലയെ സ്വീകരിക്കുവാനും അതിന്റെ ആളുകളായി തീരുവാനും നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം വിശ്വസിക്കുന്നു, നാം പ്രതീക്ഷിക്കുന്നു, ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മരണത്തിനു ശേഷം സ്വർഗത്തിൽ നമുക്ക് സംഗമിക്കാൻ കഴിയും എന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പരിശുദ്ധമായ ഈ ദീനിന്റെ അടിത്തറയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ വിശ്വാസ കാര്യങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി ചൊല്ലിപ്പറയുന്ന കാര്യമാണ്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ 5 തൂണുകളിലെ നെടുംതൂണാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഇഹലോകത്തും പരലോകത്തും വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഉപാധി, അതിന്റെ ഘടകം എന്ന് പറയുന്നത്, അതിന്റെ നിദാനം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഒരു മനുഷ്യന് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ വേർതിരിക്കപ്പെടുന്നതും ഇതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് തന്നെയാണ്. എന്തിനേറെ മനുഷ്യനെയും ജിന്നുകളെയും റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കാൻ തന്നെ കാരണമായിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനു വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അമ്പിയാക്കന്മാരെ നിയോഗിച്ചതും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈ ലോകത്തേക്ക് 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ വരികയും അതാതു കാലഘട്ടങ്ങളിലുള്ള തങ്ങളുടെ പ്രബോധിത സമൂഹത്തെ പല കാര്യങ്ങൾ കൊണ്ട് ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം അഫ്ളലു മാ ഖുൽതു അന വനബിയ്യീൻ മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് എന്നാണ്. ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ച സൂറത്തുൽ ഇബ്രാഹിമിന്റെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. യുസബ്ബിതുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥൈര്യം നൽകുന്നു, ഉറപ്പിച്ചു നിർത്തുന്നു, അല്ലദീന ആമനൂ, ഈമാനുള്ള മനുഷ്യന്മാരെ, ബിൽ ഖൗലി സാബിത്, ഉറപ്പുള്ള വചനം കൊണ്ട്, യഅനി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുസ്ലിങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ഖൗലു സാബിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് എന്നാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് വിശ്വാസികളായിരിക്കുന്ന ആളുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു നിർത്തുന്നു. എവിടെ? ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, ഈ ദുനിയാവിലും പാരത്രിക ലോകത്തും, അഥവാ 2 ലോകങ്ങളിലും വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് പതർച്ച സംഭവിക്കാതെ, പിഴവുകൾ പറ്റാതെ ഉറപ്പിച്ചു നിർത്താൻ, ഇസ്സത്ത് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കിയിട്ടുണ്ട് എന്നർത്ഥം. പ്രിയമുള്ളവരെ, ഇവിടെ നാം പരിശോധിക്കേണ്ടത്, ഈ പറയപ്പെട്ട മഹത്വങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോഴും, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളാണ് നമ്മൾ എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും യഥാർത്ഥത്തിൽ ഇതിന്റെ ഗുണഭോക്താക്കളായി മാറാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ, കഴിയുമോ എന്ന് നമ്മൾ ആലോചിക്കുകയും ഭയപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. ഒരിക്കലും കേവലമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം ഈ പറയപ്പെട്ട നേട്ടങ്ങളൊന്നും ഒരു മനുഷ്യരെയും നേടിയെടുക്കാൻ കഴിയില്ല. നമുക്കറിയാലോ, ഒരു നിസ്കാരമായിരുന്നാലും നോമ്പായിരുന്നാലും ഇസ്ലാമിന്റെ ഏതെല്ലാം കർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ബാഹ്യമായിരിക്കുന്ന അതിന്റെ ചെയ്തികൾ കൊണ്ട് മാത്രം സാധിക്കുന്നതല്ല. നേരെ മറിച്ച് അതിൻ്റെതായിരിക്കുന്ന ചില ചിട്ടവട്ടങ്ങളുണ്ട്, ചില ശുറൂത്തുകൾ, അതിന് ചില നിബന്ധനകളുണ്ട്, ചില ഫറായിദുകൾ, ചില നിർബന്ധമായി നിർവഹിക്കേണ്ട കാര്യങ്ങളുണ്ട്, ചില റുക്നുകളുണ്ട്. ഇതെല്ലാം നമ്മൾക്കറിയാം. നിസ്കാരത്തിൽ എത്ര ഷർത്തുകളുണ്ട്, നിസ്കാരത്തിന്റെ ഫർളുകൾ എത്രയാണ്, അതിന്റെ സുനനുകൾ എത്രയാണ്, ഇതൊക്കെ അറിയാം. എന്തുകൊണ്ട് നമുക്കറിയാം? അതറിഞ്ഞെങ്കിൽ, അറിഞ്ഞു മനസ്സിലാക്കിയെങ്കിൽ, അതിൽ പിഴവ് പറ്റിയില്ല എങ്കിൽ മാത്രമേ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. എങ്കിൽ അതുപോലെ തന്നെ മഹാന്മാരായിരിക്കുന്ന ഉലമാക്കൾ സൂചിപ്പിക്കുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അല്ലാഹു സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിനും ചില ശുറൂത്തുകളുണ്ട്, ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ചെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചില്ല എങ്കിൽ ഒരു കർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. കർമ്മങ്ങൾ സ്വീകരിക്കുവാനുള്ള ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന നിബന്ധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഒന്നാമതായി എണ്ണുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പക്കയായിരിക്കണം, ശരിയായിരിക്കണം എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ഭാരിച്ച എണ്ണം കൊണ്ട് കൂടിയതാണെങ്കിലും ശരി, ഒരു അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയെ നമുക്ക് ശരിയായിരിക്കുന്ന രൂപത്തിൽ ഉൾക്കൊള്ളാൻ കഴിയേണ്ടതുണ്ട്. മഹാന്മാരായിരിക്കുന്ന ഉലമാക്കളോട് ചോദിക്കുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള താക്കോലല്ലേ എന്ന് മഹാന്മാരായിരിക്കുന്ന നമ്മുടെ മുൻഗാമികളായ ഉലമാക്കളോട് ചോദിക്കുമ്പം അവർ നൽകുന്ന മറുപടി, അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് മിഫ്താഹുൽ ജന്ന തന്നെയാണ്, സ്വർഗത്തിന്റെ താക്കോൽ തന്നെയാണ്. പക്ഷേ ഒരു താക്കോലാണെങ്കിൽ അതിന് ചില നാവുകൾ ഉണ്ടാകും. നമുക്കറിയാം, അതിന് ചില കൊതകളൊക്കെ ഉണ്ടാകും. ആ നാവുകളില്ലാത്ത ഒരു ചാവി കൊണ്ട്
ഒരു പൂട്ടും തുറക്കാൻ കഴിയാത്തതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹും അതിൻ്റെതായിരിക്കുന്ന ചില ശുറൂത്തുകളാകുന്ന ചില നാവുകളുണ്ട്. അതുണ്ടെങ്കിലേ അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടുകയുള്ളൂ എന്നാണ് ഉലമാക്കൾ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അതിനെ ഏതൊക്കെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഷർത്തുകൾ എന്നുള്ളത് കൃത്യമായി നമ്മൾ പഠിച്ചു മനസ്സിലാക്കി ആ ഷർത്തുകൾ നമ്മൾ പാലിച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടെയായിരിക്കണം പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളാണ് എന്ന് അവകാശപ്പെടാൻ നമ്മൾ സാധിക്കേണ്ടത്, അല്ലെങ്കിൽ തയ്യാറാവേണ്ടത്. അതിൽപ്പെട്ട ഒന്നാമത്തെ നിബന്ധനയായി ഉലമാക്കൾ പറഞ്ഞു ഇൽമ് എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവുക എന്നതാണ്. നമുക്കറിയാം ഏതു പാട്ടുകാരായിരിക്കുന്ന ആളുകളും ഏറ്റവും മനോഹരമായിരിക്കുന്ന രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കോർത്തുകൊണ്ട് സുന്ദരമായിരിക്കുന്ന ആലാപന ശ്രുതിഭദ്രത്തോടുകൂടെ ആലാപനങ്ങൾ നടത്താറുണ്ട്. പക്ഷേ അത്തരം ആളുകളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ കൊണ്ട് അതുകൊണ്ട് ഉപകാരം കിട്ടുകയില്ല എന്ന് നമുക്കും അറിയാം. അവിശ്വാസികളായിരിക്കുന്ന ആളുകൾ പോലും ആ രൂപത്തിൽ ആലപിക്കാൻ നമുക്ക് കാണാൻ കഴിയും. കുട്ടികളെ ഉറക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് താരാട്ടായി പാടുന്നുണ്ട്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഒന്നാമത്തെ നിബന്ധന ഷർത്ത് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഇൽമ് ഉണ്ടാവുക എന്നാണ്. മഹാനായിരിക്കുന്ന മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി ചോദിക്കുന്നുണ്ട്, വിശ്വാസികളായിരിക്കുന്ന ആളുകൾ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഒരുപാട് തവണ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന വാക്കാണെങ്കിൽ അത്തരം ആളുകളെ നോക്കിക്കൊണ്ട് മഹാനായിരിക്കുന്ന മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി ചോദിക്കുന്നുണ്ട്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്, എങ്ങനെയാണ് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയുക? നിന്റെ ഹൃദയത്തിൽ എത്രയെത്രയോ ബിംബങ്ങളാണ്. ആ ബിംബങ്ങളെ അവിടെ കുടിയിരുത്തിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെ നിനക്ക് പറയാൻ കഴിയുമെന്നാണ്. എന്തെയാ പറഞ്ഞതിന്റെ ഉദ്ദേശം? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അതിന്റെ അന്തസത്ത മനസ്സിലാക്കാതെ അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കാതെ കേവലമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിലൂടെ ഒരു മനുഷ്യൻ അതുകൊണ്ട് ഒരു ഗുണവും കിട്ടുന്നില്ല എന്നാണ്. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം? ലാ മഅബൂദ ബിഹഖ്ഇൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി വേറെ ആരുമില്ല എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആരാധനയുടെ ഏതെല്ലാം ശാഖകളുണ്ടോ ഗണങ്ങളുണ്ടോ അതെല്ലാം അർഹമായിട്ടുള്ളത് അല്ലാഹുക്ക് മാത്രമാണ് എന്നാണ്. അത് പ്രാർത്ഥനയായിരുന്നാലും വഴിപാടുകളാണെങ്കിലും നേർച്ചയാണെങ്കിലും അതുപോലെ തന്നെ തവക്കുലാണെങ്കിലും അതുപോലെ തന്നെ മഹബത്താണെങ്കിലും എന്ന് തുടങ്ങിയിരിക്കുന്ന ഇബാദത്തിന്റെ ഏതെല്ലാം അംശമുണ്ടോ, സത്യം ചെയ്യൽ തുടങ്ങി അവിടെ തുടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹുക്ക് മാത്രമേ പാടുള്ളൂ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മുസ്ലിം സമൂഹത്തെ മാത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വാക്താക്കളാണെന്ന് അവകാശപ്പെടുന്ന ആളുകളെ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏതൊരു ആശയമാണോ ലോകത്തെ പഠിപ്പിക്കുന്നത് അതിന് നേരെ വിരുദ്ധമായിട്ട് ഇലാഹായി അള്ളാഹുവിനെ മാത്രം പരിഗണിച്ച് അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്തുകൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഈ വചനത്തിന്റെ ആളുകള് പച്ചയായി അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുകയും ഇസ്തിഗാസ നടത്തുകയും അവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുകയും ശരിയായിരിക്കുന്ന രൂപത്തിലുള്ള സുജൂദുകൾ വരെ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അർപ്പിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള വിരോധാഭാസം എന്ന് ഇതിന്റെ ആളുകൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. അവിടെയാണ് അതിന്റെ ഷർത്ത് നമുക്ക് തെറ്റിപ്പോകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥവും ആശയം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിയോഗിക്കപ്പെടുന്ന അറേബ്യൻ മുശ്രിക്കീങ്ങൾക്കിടയിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ അവിടെയുള്ള മുശ്രിക്കീങ്ങൾക്ക് വലിയ പ്രയാസമായിരുന്നു. പ്രവാചകനെ, വിശ്വാസികളെ ഉപദ്രവിക്കുവാനും പരിഹസിക്കുവാനും പുറത്താക്കുവാനും വധിച്ചു കളയാനും ഒക്കെ കാരണമാക്കിയിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തായിരുന്നു. ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ അതിന്റെ ആശയം വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് പോലും അറിയുന്നില്ല. അതുപോലെ തന്നെ അവിശ്വാസികളെ കുറിച്ച് പിന്നെ പറയുകയും വേണ്ടല്ലോ. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന യഥാർത്ഥ ആശയം മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേട്ടുകഴിഞ്ഞാൽ വിറകൊള്ളും. കാരണം തങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന സകലമാന ദൈവസങ്കല്പങ്ങളെയും നിരാകരിച്ചുകൊണ്ട് ഏകനായ സൃഷ്ടാവായിരിക്കുന്ന നിയന്താവായ മാലിക്കായിരിക്കുന്ന ഉടയവനായി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മാത്രമേ ആരാധനയ്ക്ക് അർഹനുള്ളൂ എന്ന് പറയുമ്പോൾ അത് സ്വീകാര്യമല്ലാത്ത ഒരുപാട് ആളുകൾക്ക് വലിയ ബേജാറായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇന്നതില്ലാത്തത് വിശ്വാസികളെ, അതിന്റെ ആളുകൾക്ക് പോലും അതിന്റെ ആശയം തിരിയുന്നില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഒന്നാമത് വേണ്ടത് അതിന്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പോലും പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അറിയണം നിങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് എന്നാണ്. ഞാൻ ആമുഖമായി നിങ്ങളെ ഓതി കേൾപ്പിച്ചിരിക്കുന്ന ഹദീസ് നോക്കൂ. നിങ്ങൾ മൻ മാത, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നാണ്, പറഞ്ഞാലെന്നല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ അറിഞ്ഞിട്ടാണ് ഒരു മനുഷ്യൻ മരിക്കുന്നതെങ്കിൽ അവന് സ്വർഗമുണ്ട് എന്നാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥവും ആശയവും നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത്. രണ്ടാമത്തത്
യഖീൻ, ദൃഢബോധ്യം ഉണ്ടായിരിക്കണമെന്നാണ്. കേവലമായിരിക്കുന്ന ഒരു ചിന്തല്ല. അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കാൻ പാടില്ല എന്നല്ല, നേരെ മറിച്ച് ആരാധിക്കാതിരുന്നാൽ തീർച്ചയായും നഷ്ടമായിരിക്കും, നരകമായിരിക്കും എന്ന് മനസ്സിലാക്കി ആ ഇലാഹിനെ തിരിച്ചറിഞ്ഞ് റബ്ബാണ്, സിട്ടാവായിരിക്കുന്ന അല്ലാഹുവാണ് ഇലാഹ് എന്ന് മനസ്സിലാക്കി ആ റബ്ബ് നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും ലവലേശം പോലും സംശയമില്ലാത്ത രൂപത്തിലായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവന്റെ നിലപാട് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ കുറിച്ച് പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ മാത്രമാണ്. ആരാണവര്? ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനും തിരു ഹദീസുകളും ഏതെല്ലാം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ ആ കാര്യങ്ങൾ വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ്. അവിടെ നിർത്തിയില്ല. സുമ്മ ലം യർതാബു, പിന്നീട് അവർക്ക് ഒരു സംശയവുമില്ല, ഒരു കാര്യത്തിലും സംശയമില്ല. പരലോക വിശ്വാസത്തിന്റെ വിഷയത്തിൽ, നരക സ്വർഗങ്ങളുടെ വിഷയത്തിൽ, അതുപോലെയുള്ള മറ്റേതെങ്കിലും വിഷയത്തിൽ അല്പം പോലും സംശയമില്ലാത്ത രൂപത്തിലുള്ള വിശ്വാസം വെച്ച് പുലർത്താൻ മാത്രം ദൃഢബോധ്യമുള്ളവരാണ് അവര് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു തോട്ടത്തിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അഥവാ ഈ തപ്പന തോട്ടത്തിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്ന മധ്യേ അവസാനമായി പറയുകയുണ്ടായി, മൻ ലഖീത മിൻ വറാഇ ഹാദിൽ ഹായിദ്, ഈ തോട്ടത്തിന്റെ മതിലുകൾക്കപ്പുറത്ത് നീ വല്ലവരെയും കാണുകയാണെങ്കിൽ എങ്ങനെയുള്ള മനുഷ്യനെ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്തയ്ഖിനം ബിഹാ ഖൽബു, ഹൃദയം കൊണ്ട് അങ്ങേയറ്റത്തെ ദൃഢബോധ്യമുള്ളവനായ നിലയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് ആരെങ്കിലും സാക്ഷ്യം വഹിക്കുന്നവനായി ആരെ കണ്ടാലും ഫബശ്ശിറുഹു ബിൽ ജന്ന, അവന് സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. എന്താണ് പറഞ്ഞത്? ആ തോട്ടത്തിൽ നിന്ന് പുറത്തു കടന്നാൽ ആരെ നീ കാണുന്നോ അവന്റെ പ്രത്യേകത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു എന്നല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയത്തിൽ ഒരൽപ്പം പോലും തർക്കമില്ലാത്ത, ദൃഢബോധ്യമുള്ള, അതിന്റെ അർത്ഥവും ആശയം മനസ്സിലാക്കി സംശയമില്ലാത്ത രൂപത്തിൽ അതിന് സാക്ഷ്യം വഹിക്കുന്ന വല്ലവരെയും കാണുകയാണെങ്കിൽ ഗ്യാരണ്ടി കൊടുത്തോ, ഫബശ്ശിർഹു, നീ അവനെ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തോ, ബിൽ ജന്ന, സ്വർഗം കൊണ്ട് എന്നാണ്. സഹോദരങ്ങളെ, രണ്ടാമത്തെ നിബന്ധന എന്ന് പറയുന്നത് യഖീനാൻ, ഉറപ്പ്, ദൃഢബോധ്യം ഉണ്ടാവുക എന്നതാണ്. മൂന്നാമത്തെ അൽ ഇഖ്ലാസ്, ആ പറയുന്ന വിഷയത്തിൽ ഒരു ആത്മാർത്ഥത വേണം. എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേവലമാകുന്ന വാക്ക് മാത്രമല്ല, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കേണ്ടുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുമ്പോ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയുണ്ടായിരിക്കണം, ശരിയായിരിക്കുന്ന നീയത്തോടുകൂടെ ആയിരിക്കണം നിർവഹിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ദീനിൽ ഏതൊരു അമലുകളും ചെയ്യുമ്പോ കേവലം അത് നിർവഹിക്കാൻ വേണ്ടി പറയുകയല്ല റബ്ബ് ചെയ്യുന്നത്, നേരെ മറിച്ച് വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ദീനിനെ ഇഖ്ലാസ് ഉള്ളതാക്കി, ആത്മാർത്ഥതയുള്ളതാക്കി അങ്ങനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ വമാ ഉമിറൂ കൽപ്പിക്കുന്നില്ല. ഇബാദത്ത് ചെയ്യുന്നുവെങ്കിൽ പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമായിരിക്കണമെന്നത് പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശ്വാസികളായിരിക്കുന്ന ആളുകളോട് പറയാൻ. എന്ന് മാത്രമല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്ത് പ്രവാചകന്റെ ശഫാഅത്തിന് ഏറ്റവും അർഹരായി തീരുന്ന മനുഷ്യനെ പരിചയപ്പെടുത്തിയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാൻ, അസ്അദുൻ നാസി ബിശഫാഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ ശുപാർശക്ക് ഏറ്റവും അർഹരായി തീരുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട മനുഷ്യൻ എന്ന് പറയുന്നത് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുവോ, അവിടെ നിർത്തിയില്ല, ഖാലിസൻ മിൻ ഖൽബിഹി, അങ്ങേയറ്റത്തെ ഹൃദയത്തിൽ നിന്നുള്ള ആത്മാർത്ഥമായിട്ട്. ആളുകളൊക്കെ പറയുന്നത് കൊണ്ട് ഞാനും പറയട്ടെ എന്നല്ല, നേരെ മറിച്ച് അതിന്റെ ഉദ്ദേശം മനസ്സിലാക്കി അതിനനുസരിച്ച് അത് തേടുന്ന അമലുകളെല്ലാം തന്നെ ആത്മാർത്ഥതയോടുകൂടെ പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിർവഹിക്കാൻ കഴിയുന്ന ഇഖ്ലാസുള്ള മനുഷ്യനാണെങ്കിൽ അവന് പരലോകത്ത് എന്റെ ശുപാർശയുണ്ടാകുമെന്നാണ്. അപ്പൊ മൂന്നാമത്തെ നിബന്ധന ഇത് പറയുന്നത് ഇഖ്ലാസ്, ആത്മാർത്ഥതയുണ്ടാവുക എന്നാണ്. നാലാമത്തെ അസ്ദിഖാൻ, ആ പറയുന്ന വാക്കിനോട് നീതി പുലർത്താൻ കഴിയണം, സത്യസന്ധത പുലർത്താൻ കഴിയണം, നിഫാഖ് ഉണ്ടാകാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു കഴിഞ്ഞാൽ നിർവഹിക്കേണ്ടുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു എന്ന് പറയാൻ കഴിയുക. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്കൊക്കെ അറിയാം അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. അതുവരെയും കൊടിയ ശിർക്കിലിരിക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങേയറ്റത്തെ ശിർക്കിലിരിക്കുന്ന ഒരു മനുഷ്യൻ, ശിർക്കിലിരിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ അവകാശിയായിരിക്കുന്ന ഒരു വ്യക്തി,
അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥവും ആശയം മനസ്സിലാക്കി ആത്മാർത്ഥതയോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിന്റെ അവകാശിയായി മാറുന്നു. അയാളുടെ തിന്മകളെല്ലാം തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അയാൾക്ക് നന്മയായി അത് മാറ്റിക്കൊടുക്കുമെന്നാണ്. തിന്മകളെ നന്മയാക്കി മാറ്റിക്കൊടുക്കും. അത്രയും അത്ഭുത സിദ്ധിയുള്ള ഒരു വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. പക്ഷേ അത് കേവലം പറഞ്ഞാൽ മാത്രം പോരാ. ആ പറഞ്ഞതിന് ശേഷം ആ പറയുന്ന ആളുകൾ സ്വീകരിക്കേണ്ടുന്ന ചില വഴികളുണ്ട്, ചില കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുക വഴിയാണ് അതിനെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നത്, സത്യസന്ധത പുലർത്താൻ കഴിയുന്നത്. ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിയേണ്ടതുണ്ട് എന്നർത്ഥം. അഞ്ചാമത്തത് മഹബ്ബത്താണ്. സ്നേഹമുണ്ടായിരിക്കണം. സ്നേഹം എന്ന് പറഞ്ഞാൽ ആ കലിമത്തിനോട് സ്നേഹമുണ്ടായിരിക്കണം. ആ കലിമത്ത് തേടുന്ന ഉദ്ദേശത്തിനോട് സ്നേഹമുണ്ടായിരിക്കണം. അഥവാ റബ്ബിനോട് സ്നേഹമുണ്ടായിരിക്കണം. എല്ലാത്തിനേക്കാളും നമുക്കറിയാലോ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കേണ്ടത്, പരിഗണന നൽകേണ്ടത് ചിട്ടാവായിരിക്കുന്ന റബ്ബിനെയാണ്. ആ റബ്ബിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി മറ്റൊരാളുടെയും താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകാതിരിക്കാൻ ഒരു വിശ്വാസി തയ്യാറാവേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയോട് മഹബ്ബത്തുണ്ട് എന്ന് പറയാൻ കഴിയുക. എല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹയോട് മഹബ്ബത്തൊക്കെ ഉണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ സൃഷ്ടികളിലും തേടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ, ആ നിർദ്ദേശങ്ങളെ, ആ നിയമങ്ങളെ ജീവിതത്തിൽ പാലിക്കുവാനോ അതിനെ അവമതിക്കാതിരിക്കുവാനോ അയാൾ തയ്യാറാകുന്നില്ല എങ്കിൽ അതിനോട് മഹബ്ബത്തുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ ലില്ലാഹ്, ഏതൊരു കാര്യത്തെയും ഏതൊരു വ്യക്തിയെയും അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അള്ളാഹ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു കാര്യത്തെയോ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ വെറുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി വല്ലതും നൽകുകയാണെങ്കിൽ, അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കാതിരിക്കുകയാണെങ്കിൽ, തടഞ്ഞു വെക്കുകയാണെങ്കിൽ, എന്നിട്ട് പറയാൻ ഫഖദിസ്തക്മലൽ ഈമാൻ, അവന്റെ ഈമാൻ പൂർണ്ണമായി എന്നാണ്. അപ്പൊ ഈമാൻ പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ അവൻ നൽകുന്നതും തടയുന്നതും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതും വെറുക്കുന്നതും റബ്ബിന്റെ വിഷയത്തിലായിരിക്കണം എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഏതെങ്കിലും ഒരു കാര്യത്തെയോ വ്യക്തിയെയോ വ്യക്തികളെയോ സ്നേഹിക്കുന്നുവെങ്കിൽ ഭൗതികമായിരിക്കുന്ന കാരണങ്ങളായിരിക്കും ഉണ്ടാവുക. ഇവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയോട് മഹബ്ബത്ത് ഉണ്ടാകണമെന്ന് പറയുമ്പോ ഏതൊരു കാര്യത്തിന്റെയും അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കണം. ഈ ഉപാധി വെച്ചുകൊണ്ടായിരിക്കണം ഒരാളെ സ്നേഹിക്കുകയോ വെറുക്കുകയോ ചെയ്യേണ്ടത്. ഈ ഉപാധി വെച്ചുകൊണ്ടായിരിക്കണം ഒരാൾക്ക് നൽകുകയോ തടയുകയോ ചെയ്യേണ്ടത് എന്നർത്ഥം. ആ രൂപത്തിലുള്ള മഹബ്ബത്ത് അതിനോടുണ്ടായിരിക്കണം. ആറാമത്തതും ഏഴാമത്തതുമായിരിക്കുന്ന കാര്യം രണ്ടും ഒരുമിച്ച് പറഞ്ഞവരുണ്ട്, രണ്ടും രണ്ടായി പറഞ്ഞവരെയും ഉലമാക്കൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ഖുബൂലും വൽ ഇൻഖിയാദ്, സ്വീകരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തേട്ടങ്ങളെ സ്വീകരിക്കുക, പരിപൂർണമായും അംഗീകരിക്കുക. മറ്റൊന്ന് അതിന് കീഴൊതുങ്ങുക എന്നാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അത് ഉതകുന്നതല്ല എന്ന് തോന്നിയാലും ശരി, പലപ്പോഴും റബ്ബിന് കീഴൊതുങ്ങുക, റബ്ബിന്റെ വിധികൾ കീഴൊതുങ്ങുക. അതിന്റെ ഉദ്ദേശം എന്തെന്നറിയുന്നില്ല, യുക്തി എന്തെന്നറിയുന്നില്ല. പക്ഷേ അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ ഖൗലാണ്, അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ആ റബ്ബിന് കീഴൊതുങ്ങുക എന്ന രൂപത്തിലുള്ള കീഴൊതുങ്ങലും അള്ളാഹുവിന്റെ നിയമങ്ങളെ സ്വീകരിക്കുകയും ചെയ്യാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശുറൂത്തുകൾ പൂർണ്ണമാകുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹ്, നിങ്ങൾ റബ്ബിന് കീഴൊതുങ്ങുകയും റബ്ബിന് നിങ്ങൾ അങ്ങേയറ്റത്തെ താഴ്മ കാണിക്കുകയും ചെയ്യുക. ഏതിനു മുമ്പ്? മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ് സുമ്മ ലാ തുൻസറൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ മരണം വരുന്നതിന് മുമ്പ്, ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ്, അദാബുകൾ വരുന്നതിന് മുമ്പ് ആ റബ്ബിന്റെ നിയമങ്ങൾക്ക്, ദീനിന് നിങ്ങൾ കീഴൊതുങ്ങുകയും റബ്ബിലേക്ക് നിങ്ങൾ വിനയം കാണിക്കുകയും ചെയ്യുക. ആ സമയമെത്തിക്കഴിഞ്ഞാൽ, മരണമെത്തിയാൽ, അതുപോലെ തന്നെ ഖിയാമത്ത് നാളെത്തിയാൽ, അള്ളാഹുവിന്റെ അദാബെത്തിയാൽ നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളാണ് നാം എന്ന് പറയുമ്പോ ഈ നിബന്ധനകൾ പാലിക്കുന്ന രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുവാനും ഏറ്റുപിടിക്കുവാനും നെഞ്ചോട് ചേർത്ത് വെക്കുവാനും നമ്മളെ കൊണ്ട് സാധിച്ചാൽ അത്തരം ആളുകൾക്ക് മാത്രമാണ് സ്വർഗീയമായിരിക്കുന്ന ഏറ്റവും വലിയ അള്ളാഹുവിന്റെ ഫളലും അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുക എന്നാണ്. അതല്ല എന്നുണ്ടെങ്കിൽ കേവലമാകുന്ന അതര വ്യായാമമായി മാത്രം പാട്ടുകളിലൂടെയും താരാട്ടുപാടുകളിലെയും ഒക്കെ സാധാരണഗതിയിൽ പലരും പാടുന്നത് പോലെയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറും. ദിനേന നമ്മളും ചൊല്ലിയിട്ടുണ്ടാകും 100 or 1000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷേ ഈ നിബന്ധനകൾ മനസ്സിലാക്കാതെ, ആശയം മനസ്സിലാക്കാതെ, അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ മുട്ടുനിൽക്കാതെ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അത്തരം ലാ ഇലാഹ ഇല്ലല്ലാഹുകൾ കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായി ജീവിക്കുവാനും മരണത്തിന്റെ സമയത്ത് അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹയായി മരണപ്പെടുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് നുസല്ലി വനുസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, മുസ്ലിങ്ങളായ ഏതൊരു മനുഷ്യനും അറിയാവുന്ന ഒരു കലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നറിയാത്ത മനുഷ്യന്മാരാരുമില്ല. ഇത് മാത്രമല്ല, ദിനേന നാം അറിയാതെ പലപ്പോഴും പല കുറിയായി നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നവരുമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വവും നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ല ഒരു മനുഷ്യനെ, പരലോകത്ത് ഒരു മനുഷ്യനെ വിചാരണക്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഒരുപാട് തിന്മകൾ ചെയ്ത മനുഷ്യനെ മഹ്ശറിലേക്ക് കൊണ്ടുവരുമെന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ചുകൊണ്ട് അയാളുടെ തിന്മകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന അവന്റെ ഏടുകൾ ഹാജരാക്കും. നമ്മൾ നിർബന്ധമായും വിശ്വസിക്കേണ്ട ഒരു കാര്യമാണല്ലോ, നന്മകളും തിന്മകളും രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യന്റെയും ഇടതും വലതുമായിട്ട് 2 മലക്കളെ നിർത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ നമുക്ക് നിർബന്ധമാണല്ലോ. ആ രൂപത്തിൽ തിന്മകൾ എഴുതി വെക്കുന്ന മലക്ക് ഒരു മനുഷ്യന്റെ തിന്മകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന സിജില്ലാത്തുകൾ അവന്റെ മുന്നിൽ ഹാജരാക്കുമെന്നാണ്. 99 സിജില്ലാത്തുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു സിജില്ലാത്ത് എന്ന് പറയാൻ, എന്നാൽ ഒരു ഗേഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പം കണ്ണെത്താ ദൂരത്ത് എന്നാണ്. മദ്വൽ ബസർ, കണ്ണെത്താ ദൂരത്തേക്ക് ഉണ്ടാകും. അങ്ങനെയുള്ള 99 രേഖകൾ തിന്മയുടേതായി രേഖപ്പെടുത്തി അവന്റെ മുന്നിൽ ഹാജരാക്കും. എന്നിട്ട് ഈ മനുഷ്യനോട് അല്ലാഹു ചോദിക്കും, അത്രേ, ഇതാ നീ ചെയ്തിരിക്കുന്ന തിന്മകളാണിത്, നിനക്ക് നിഷേധിക്കാൻ കഴിയോ? ഏതൊരു കാഫിറായിരിക്കുന്ന മനുഷ്യനും കുറ്റവാളിയായിരിക്കുന്ന മനുഷ്യനും ഒരിക്കലും അവന്റെ തിന്മകൾ പരലോകത്ത് നിഷേധിക്കാൻ കഴിയില്ല. അത്രമാത്രം പ്രൂഫോടുകൂടെയായിരിക്കും, തെളിവോടുകൂടെയായിരിക്കും അത് ഹാജരാക്കിയിട്ടുണ്ടാകുക. ഈ മനുഷ്യൻ പറയും, ഇല്ല, ഒരിക്കലുമില്ല, ഞാൻ ചെയ്തത് തന്നെയാണെന്ന് പറയുന്നത്. എന്നിട്ട് അപ്പൊ വീണ്ടും ചോദിക്കും, വല്ല നന്മയും നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ? ആ മനുഷ്യൻ ഓർത്തെടുത്തിട്ട് പറയുമില്ല, എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു നന്മ ചെയ്തതായിട്ട് എനിക്ക് അറിയില്ല എന്നാണ്. ഈ സമയത്ത് പറയും, ഇല്ല, നീ ഒരു നന്മ ചെയ്തിട്ടുണ്ട്. അള്ളാഹ് തിരിച്ചു പറയുന്ന, ഇല്ല, നീ ഒരു നന്മ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു ബത്താക്ക എടുക്കുമെന്നാണ്. ഗൾഫിൽ പോയ ആളുകൾക്കൊക്കെ അറിയാം, ബത്താക്ക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാർഡ് അല്ലേ, വിസിറ്റിംഗ് കാർഡ് പോലെ, അവിടുത്തെ അതുപോലത്തെ ചെറിയൊരു ചീട്ട് പുറത്തേക്ക് എടുക്കുന്നതാണ്. എന്നിട്ട് പറയും, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഇഖ്ലാസോടുകൂടി അർത്ഥമറിഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം നീ ചൊല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതെടുക്കുന്നതാണ്. ഈ സമയത്ത് ഈ മനുഷ്യൻ നോക്കണം, വരാനിരിക്കുന്ന ഒരു കാര്യം, ഖിയാമത്ത് നാൾ കഴിഞ്ഞിട്ടില്ല, മഹ്ശറ നടന്നിട്ടില്ല, വരാനിരിക്കുന്ന ഒരു സംഭവത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ നാവിലൂടെ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗതി വരും. അതിന്റെ മഹത്വം മനസ്സിലാക്കി വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിക്കൊള്ളൂ എന്നുള്ള സന്ദേശമാണ് നൽകുന്നത്. ആ മനുഷ്യൻ പറയും, റബ്ബേ, 99 നീണ്ടു നിൽക്കുന്ന സിജില്ലാത്തുകൾക്കിടയിൽ ഈ ബത്താഖ കൊണ്ട് എന്താ കിട്ടാനാണ്? ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 99 ബത്താക്കയും നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിന്റെ ഒരു തട്ടിലും മറുഭാഗത്ത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് രേഖപ്പെടുത്തിയിരിക്കുന്ന കടലാസ് മറ്റൊരു തട്ടിലും വെക്കുമെന്നാണ്. മാലത്ത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ഇത്രയും ഈ സിജില്ലാത്തുകളെ മുഴുവനും എല്ലാം തന്നെ നിഷ്ഫലമാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് കരം തൂങ്ങുമെന്നാണ്. അത്രയും ഭാരിച്ചതാണെന്നാണ്. അതുപോലെ തന്നെ ആകാശഭൂമിയും അതുപോലെ തന്നെ അതിലുള്ള സകലതും ഒരു തട്ടിൽ വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മറു തട്ടിൽ വെച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കും കനം തൂങ്ങുക എന്ന് പറയുന്നതും ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇത് കേവലമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തൂക്കമല്ല, കനമല്ല പറയുന്നത്. നേരെ മറിച്ച് ഈ പറയപ്പെട്ട 6 അല്ലെങ്കിൽ 7 നിബന്ധനകൾ ഒത്തിരിക്കുന്ന രൂപത്തിൽ ഒരു മനുഷ്യൻ ആത്മാർത്ഥമായും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടാവുന്ന നേട്ടത്തെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന ഏതെല്ലാം ദിക്റുകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാലും അതിന്റെയൊക്കെ ഫലങ്ങൾ വൻപിച്ചതാണ്. നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത പ്രതിഫലമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾപ്പെടുന്ന ഏതെല്ലാം ദിക്റുകളുണ്ടോ, അദ്കാറുകളുണ്ടോ, ആ അദ്കാറുകൾക്കെല്ലാം നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു മനുഷ്യൻ 100 പ്രാവശ്യം പ്രഭാതത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 10 അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം കിട്ടുന്നതാണ്. ഒരു അടിമയെ മോചിപ്പിച്ചാൽ പോലും അതിന്റെ പ്രതിഫലം കണക്കാക്കാൻ പറ്റാത്തതാണ്. 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം കിട്ടും. അതുപോലെ തന്നെ 100 നന്മകളായി രേഖപ്പെടുത്തും, 100 തിന്മകൾ അവനിൽ നിന്നും മായ്ക്കപ്പെടും. അതുപോലെ തന്നെ അന്നേ ദിവസം നേരം സൂര്യൻ അസ്തമിക്കുന്നതുവരെയും പിശാചിൽ നിന്നുള്ള പരിപൂർണമായിരിക്കുന്ന സുരക്ഷിതത്വവും കിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വുദൂഎടുത്തതിന് ശേഷം ആരെങ്കിലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളുണ്ട്, 8 കവാടങ്ങളും അവർക്ക് മുന്നിൽ തുറക്കപ്പെടുമെന്നാണ്.
എത്ര പ്രാവശ്യം? മിനിമം 5 പ്രാവശ്യമെങ്കിലും വുളു എടുക്കുന്നവരാണ് നമ്മള്. ആ സമയത്ത് 2 ഷഹാദത്തുകൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, ഈ പറയപ്പെട്ട നിബന്ധനകൾ ഒത്തിട്ടാണെങ്കിൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടുമെന്നാണ്. അതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉറക്കിൽ നിന്നും ആരെങ്കിലും എണീക്കുകയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തുടങ്ങിയിരിക്കുന്ന ദിക്ർ ചൊല്ലിയതിന് ശേഷം നിങ്ങൾ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. ദുനിയാവിന്റെ എന്തു കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചാലും അള്ളാഹു അത് ഉത്തരം നൽകും. 2 റക്അത്ത് നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു സ്വീകരിച്ചു എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താമെന്നാണ് എന്ന് തുടങ്ങിയിരിക്കുന്ന രൂപത്തിൽ ഒരുപാട് റിവായത്തുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയെ അടുത്തറിയാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കാൻ വേണ്ടി തയ്യാറാവുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മരണത്തിന്റെ സമയത്ത് അവസാനത്തെ കലിമത്താകണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾക്ക് മാത്രമേ അവസാനത്തെ കലിമത്തതായി മാറുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. ഏറ്റവും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിത്തീരണം എന്നുള്ളത്. അതായിത്തീരണമെന്നുണ്ടെങ്കിൽ ജീവിതം കൊണ്ട് അതിനെ സാക്ഷ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതിന് വിരുദ്ധമായിരിക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയണം. മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തിലെ ആളുകൾ ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരുപക്ഷേ മറ്റു പലരെക്കാളും ധാരാളമായി ചൊല്ലുന്നവരായിരിക്കാം. പക്ഷെ ജീവിതം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ രൂപത്തിൽ ഏറ്റവും മിനിമം അള്ളാഹുവിനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യുക, ഇബാദത്തിന് ഇലാഹായി അള്ളാഹു മാത്രമാണ് എന്ന് പറയുന്ന ആ ആശയത്തിന്റെ പച്ചയായ ലംഘനങ്ങൾ പോലും ജീവിതത്തിൽ നടത്തിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മുഹ്യിദ്ദീൻ ഷെയ്ഖിനോടായിരുന്നാലും ശരി, മക്ബറയിൽ മറമാടപ്പെട്ടിരിക്കുന്ന ഷെയ്ഖന്മാരോടാണെങ്കിലും സ്വാലിഹീങ്ങളോടാണെങ്കിലും പ്രവാചകന്മാരോടാണെങ്കിലും ആരോടാണെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഇസ്തിഗാസ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ നേർച്ച വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ, സത്യം ചെയ്യുകയാണെങ്കിൽ, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി സമീപിക്കാൻ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ അതെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് പരലോകത്ത് നമുക്കൊരു ഗുണവുമില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശുറൂത്തുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ അത് ചേർത്തു വെക്കാൻ നിരന്തരമായി ഉരുവിടാൻ, വെറുതെ നിൽക്കുന്ന സമയത്തൊക്കെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾപ്പെട്ട ദിക്റുകളും വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥവും ആശയം മനസ്സിലാക്കി ജീവിതത്തിന്റെ അവസാനം വരെയും അതിൽ ഉറച്ചു നിൽക്കുവാനും അതിലൂടെ ഇസ്സത്ത് നേടിയെടുക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ജീവിതത്തിന്റെ അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയായി അതുച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ തൗഫീഖ് കിട്ടുന്ന ഭാഗ്യം കിട്ടുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾ വന്നു പോയിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.